ഹലോ, ഒരു ഓട്ടോ ഏറ്റിനിടെ നോക്കിയാലോ. കുറേ ദിവസമായി ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒരു 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. 2 എനിക്കും, 1 പാത്തൂനും, 1 ഉമ്മാക്കും വേണ്ടിയിട്ട്. ചെറിയൊരു ഡയറ്റ് തുടങ്ങാം എന്ന് ഞാൻ മനസ്സിനെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്ന ദിവസം കേട്ടോ ഇന്ന്. അവർക്ക് ഞാൻ വേറെ സെപ്പറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു. എനിക്ക് 2 മുട്ട മതിയെന്ന് അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ അത് ചുമ്മാ പ്ലെയിനായിട്ട് കഴിക്കാൻ ഒരു മടിയാണ്. ഞാനൊരു കുഞ്ഞ് ചമ്മന്തി ഉണ്ടാക്കി. കാന്താരിമുളകും കുഞ്ഞുള്ളിയും കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് അത് മുറിച്ച് അതിൻ്റെ നടുക്ക് വെച്ചിട്ട് കഴിച്ചു. അതാകുമ്പോൾ ആ ഒരു പച്ച ഒരു ടേസ്റ്റ്, മുട്ട വെറുതെ തിന്നുമ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ ഈ മസാല വെച്ചിട്ട് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അത് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുമ്മാ കടയിലൊന്ന് പോയി ഒക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഉച്ചയ്ക്ക് വിശന്നപ്പോൾ കഴിച്ചത് ഒരു 2 ചപ്പാത്തി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1/4 അൽഫാം. അത് ഓയിൽ ഒന്നും ചേർക്കണ്ട, ചുമ്മാ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെഗ് പീസ്, ചിക്കനിൽ ഏറ്റവും കൂടുതൽ ഏത് ഭാഗമാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലെഗ് പീസേ പറയുള്ളൂ കേട്ടോ. എനിക്ക് എല്ല് പീസാണ് കൂടുതൽ ഇഷ്ടം. ചെസ്റ്റ് പീസ് എനിക്ക് ഇഷ്ടമല്ല. അത് ചുമ്മാ ആണെങ്കിലും കഴിക്കൂല, എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ആ ഒരു ലെഗ് പീസ് 1/4 അൽഫാമും പിന്നെ ഒരുപാട് സാലഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇഷ്ടമാണ് കേട്ടോ. അത് ഈ പിന്നെ ഉപ്പിലിട്ടത് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണല്ലോ. അങ്ങനെ ചപ്പാത്തിയും ഒരു ചെറിയ മസാലയും 1/4 അൽഫാമും കൂടെ ഉച്ചയ്ക്ക് കഴിച്ചു. പിന്നെ വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും പേരയ്ക്ക ഉണ്ടല്ലോ, ഒരു വലിയ പേരയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. മുറിച്ചപ്പോൾ നല്ല മധുരം ഉണ്ടാവുമെന്ന് കരുതിയില്ല, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ രാത്രിയിൽ ഒരു 2 ദോശയും ഒരു സിംഗിൾ ഓംലെറ്റും കറിയൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണേ.